ഞങ്ങളങ്ങ് ഐശ്വര്യമായിട്ട് ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ് കേട്ടോ. സൗരവ് കയറ്. ആ, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഊണ് കഴിക്കൽ മാത്രമല്ല, ഒരു ഉദ്ഘാടനം കൂടിയാണ് കേട്ടോ. അപ്പോൾ നമ്മളൊരു വർഷം മുന്നേ ആക്കുളത്ത്, തിരുവനന്തപുരത്ത് ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിൻ്റെ അടുത്ത് ശ്യാമളാമ്മയുടെ ഒരു വീട്ടിലെ ഊണ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കട അവിടെ നിന്ന് മാറ്റി പുതിയ കടയിലേക്ക് വന്നേക്കുക. അപ്പോൾ ഇന്ന് അതിൻ്റെ ഉദ്ഘാടനമാണ്. ഇവിടുത്തെ ഊണിൻ്റെ വിശേഷങ്ങളുമാണ് നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. ഇതാ അപ്പം മീൻ വറക്കാൻ വേണ്ടി ഇടാൻ പോവുകയാണ്. അയലയല്ലേ? അയലയും കൊഴിയ? വെങ്കട. ഓ, വെങ്കടയാണ് വറക്കാൻ. മീൻ കുറവാ. അയ്യോ, മീനില്ല. മീൻകറി ഏകദേശം റെഡിയായി. എന്നതാ മീൻ കറിക്ക്? എന്നതായിരുന്നു? നെത്തോലി. തേങ്ങയൊക്കെ നേരത്തെ ഇങ്ങനെ വറുത്ത് പൊടിച്ച് വെച്ചേക്കും. ആ അതെ, തീയലുണ്ടാക്കാന്ന് പറയുന്ന. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കറിയാണ് അത്. ഇവിടെ തിരുവനന്തപുരത്ത് കിട്ടണ തീയല്. ഞങ്ങളവിടെ ഇങ്ങനെ പച്ചക്കറി ചേർത്തിട്ടല്ല, ഒന്നുകിൽ പാവയ്ക്ക അല്ലെങ്കിൽ ഉള്ളി, ഈ രണ്ട് തീയലാണ് വയ്ക്കുക. പക്ഷെ ഇത് ഇങ്ങനെ ഇവിടെ വന്നിട്ടാ കഴിച്ചു തുടങ്ങി. ഭയങ്കര ഇഷ്ടമാണ് ഈ കറി. ആണല്ലേ? ഇനി പുളിവെള്ളവും കൂടി ഒഴിക്കും. കറികളെല്ലാം റെഡിയാക്കിയിട്ടേ ഇവിടെ കൊണ്ടുവന്നിരിക്കുക കേട്ടോ. അപ്പോൾ അതേ നോക്കി, ഇതാണ് ഇന്നത്തെ മീൻ കറി. കൊഴുവയുണ്ടല്ലോ, നെത്തോലി എന്ന് പറയില്ലേ, അതാണെങ്കിൽ ഇവിടെ തിരുവനന്തപുരത്ത് ഇങ്ങനെ മുരിങ്ങക്കായും മാങ്ങയൊക്കെ ഇട്ട് അല്ലേ വെക്കുക. ഇതുപോലെ മുരിങ്ങക്കായൊക്കെ ഇട്ട് വെച്ച നെത്തോലി കറിയുണ്ട്. എന്നും എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള തീയൽ. അതെനിക്ക് തിരുവനന്തപുരത്തുകാർ വെക്കണ തീയൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിനെന്തോ ഒരു പ്രത്യേകതയുണ്ട്. നമ്മളെ തീയലുമാതിരിയല്ല, നല്ല വ്യത്യാസമുണ്ട്. ഇതാ സാമ്പാറും റെഡി. തോരൻ ഇന്ന് ചെറുപയറാണേ. പുളിശ്ശേരി ഇപ്പം ഇട്ട നല്ല ചൂടോട് കൂടിയിട്ടുള്ള നെല്ലിക്ക അച്ചാർ. പിന്നെ അതാ മീൻ വറുത്തത് റെഡിയായി. കൊണ്ടാട്ടം മുളക് വറുത്തതുണ്ട്. സാലഡും കൂടെ ഉണ്ട്. അപ്പൊ നമ്മളിന്ന് പുതിയ കടയുടെ ഉദ്ഘാടനം. അപ്പൊ ഇതിപ്പോ മാറ്റാൻ തന്നെ കാര്യം, അവരവിടെ വിറ്റ് കൊടുത്തപ്പം പിന്നെ നമ്മളവിടുന്ന് മാറാൻ പറഞ്ഞു. അങ്ങനെയാണ് പുതിയ കട. ഉടനെ തന്നെ ഇത് കിട്ടിയായിരുന്നോ? ഒരു മാസമായി. അപ്പൊ കട ഇപ്പൊ ഇല്ലായിരുന്നു? ഒരു മാസമായിട്ട് ഇല്ല, ഒരു മാസം അവിടെ നടത്തി. ഇവിടെ എടുത്തിട്ടിട്ട് ഒരു മാസം. വിലയിലൊന്നും മാറ്റമില്ല. ഒരു മാറ്റമില്ല, പഴയ വില തന്നെ. ഞായറാഴ്ച ഇല്ലല്ലോ ഇപ്പോഴും? ഞായറാഴ്ച ഇല്ല. ഇന്നിപ്പോ സ്പെഷ്യൽ മീൻ വറുത്തതുണ്ട് അല്ലേ? ഉണ്ട്. മീൻ വറുത്തതും കൂടെ ചേർത്ത് എത്രയാ കൊടുക്കണേ? അത് ഇന്ന് 140. 140ഉം 120. വങ്കടയും കൂടെ ആകുമ്പോൾ 140. മീനും കൂടിയാണ്. മത്തിയാകുമ്പോൾ 120. മീനിന്റെ അനുസരിച്ചിട്ട്, മീനിന്റെ വില അനുസരിച്ചാണ്. ഇപ്പൊ മീന് കിട്ടാനില്ല. പാഴ്സലോ? പാഴ്സൽ വ്യത്യാസം. ഒരു വ്യത്യാസം. നമ്മൾ ഇവിടെ നിന്ന് വെച്ചിട്ടല്ല, ഇനി കൊണ്ടുപോകണം. എന്താ സ്ഥലത്തിന് പറയാ? ശാസ്താംകോണം. അബ്ദുൽ കലാം കോളേജിന്റെ അടുത്ത്, പിന്നെ എഞ്ചിനീയർ കോളേജിന്റെ ബാക്കിലായിട്ട്, CATന്റെ ബാക്ക് സൈഡ്. പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് അല്ലേ? ഓട്ടോ സ്റ്റാൻഡ് ഒക്കെ ഉണ്ട്. അതെയോ? ആദ്യമാണെങ്കിൽ ആക്കുളം അതിന്റെ തൊട്ടടുത്തല്ലായിരുന്നു. കുറച്ചുകൂടി പറഞ്ഞു കൊടുക്കാൻ ഇരുന്നാലും കുഴപ്പമില്ല. അപ്പൊ നമുക്കിനി പോവാ അല്ലേ? ശരി. ഞങ്ങളങ്ങ് ഐശ്വര്യമായിട്ട് ഉദ്ഘാടനം ചെയ്യാൻ പോവാണ് കേട്ടാ. സൗരവ് കയറ്. അതെ, എനിക്കുള്ള ഊണ് വന്നു. സാലഡും തീയലും പയറും പിന്നെ അച്ചാറും ഇത്രയുണ്ട്. കൂടാതെ നമുക്ക് മീൻ വറുത്തതും മീൻ കറി, പിന്നെ ഒഴിക്കാനുള്ളതൊക്കെ ഞാൻ കാണിച്ചു തന്നില്ല, അതൊക്കെ ഉണ്ട്. കൊണ്ടാട്ടം മുളകുണ്ട്. ഇത്രയൊക്കെയാണ് ഊണിന്റെ കൂടെ ഇന്നത്തെ സ്പെഷ്യൽ. ഇതിപ്പോൾ ഓരോ ദിവസവും ഓരോന്നാവുമല്ലോ. ചിലപ്പോൾ അവിയലുണ്ടാവും, അങ്ങനെ ഓരോന്നും ഉണ്ടാവും. അപ്പൊ മീൻ വറുത്തത് ഇത് വെങ്കടയാണ്. വെങ്കട കൂട്ടിയിട്ടാണെങ്കിൽ 140. അത് മീനിന്റെ വലുപ്പത്തിനനുസരിച്ചിട്ടാണ്. മത്തിയാണെങ്കിൽ 120 രൂപയാണേ. അപ്പൊ നമുക്ക് മീൻ കൂട്ടാൻ കഴിക്കാം. ഞാൻ അന്ന് നമ്മൾ ആക്കുളത്ത് ഒരു വർഷം മുന്നെയാണ് തോന്നുന്നു കേട്ടോ, ആക്കുളത്ത് അമ്മയുടെ കടയുടെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിന്റെ തൊട്ട് ചേർന്നിട്ട് വീട്ടിലെ ഊണ് എന്ന് പറഞ്ഞിട്ടൊരു ബോർഡ് ഇങ്ങനെ വെച്ച് ഞാൻ ഒരു യാദൃശ്ചികമായിട്ട് ഒരു ദിവസം അവിടെ ഊണ് കഴിക്കാൻ കയറുന്നു.
അതെനിക്കാണെങ്കിൽ വായിൽ തൊലിയൊക്കെ ഇടയ്ക്ക് പോകില്ലേ, മരുന്നൊക്കെ കഴിച്ച് അങ്ങനെ തൊലി പോയ സമയത്ത് ഒന്നിനും ഒരു സ്വാദില്ലാതെ എരിവ് മാത്രം, അത്രയും ഭയങ്കര വിഷമത്തിലാണ് ആ ഒരു ദിവസങ്ങളിലൊക്കെ. അപ്പൊ അന്ന് അമ്മയുടെ അടുത്ത് പോയിട്ട് ആ ചോറും മീൻകറി അച്ചാറും എനിക്കങ്ങ് അത്രയും ടേസ്റ്റ് ഇല്ലെങ്കിലും അതെനിക്കങ്ങ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ അങ്ങോട്ട് ചോദിച്ചു, അമ്മ ഞാൻ ഈ കടയുടെ ഒരു വീഡിയോ എടുത്തോട്ടെ. അപ്പോൾ ഓൾറെഡി അമ്മയുടെ മോൾക്ക് എന്നെ അറിയാം, എന്നെ എങ്ങനെ കോൺടാക്ട് ചെയ്യണമെന്ന് അറിയാതിരിക്കുക, ഇവരൊരു വീഡിയോ എടുപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. ആ സമയത്ത് ഞാൻ അങ്ങോട്ട് ചോദിച്ച് ഞാൻ വന്നതാ. ഞാൻ മറക്കൂല, അതുകൊണ്ട് എനിക്ക് അത്രയും വയ്യാണ്ടിരിക്കുന്ന സമയത്ത് ആസ്വദിച്ച് ഞാൻ ചോറുണ്ടതാണ് അവിടുന്ന്. അങ്ങനെ ആ കട ഇപ്പോൾ അവരത് വിറ്റപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് മാറേണ്ടി വന്നു. അപ്പോൾ ശരണ്യ എന്നെ വിളിച്ചു പറഞ്ഞു, ചേച്ചി കട മാറുകയാണ്, ചേച്ചി വന്ന് ഉദ്ഘാടനം ചെയ്യണം. അങ്ങനെയാണ് ഇന്നിപ്പോൾ നമ്മൾ പുതിയ കടയിലേക്ക് വന്നിട്ടുള്ളത്. ഞാൻ മീൻ ചാറ് ഒഴിച്ചിട്ടാ കഴിക്കുന്നത്. ഇത് അങ്ങനത്തെ നെത്തോലി എന്ന് പറയണ ആ മീനാണേ. സാധാരണ ഒരു മണമുള്ള ഉണ്ടമുളക് ഉണ്ട്, ആ മുളക് കിട്ടിയില്ല എന്നമ്മ പറയാ. കുറേ അന്വേഷിച്ചു, എന്നിട്ടും കിട്ടിയില്ല. നല്ല സൂപ്പർ മീൻകറി. ആ മുളക് ഇല്ലെങ്കിലും നല്ല സ്വാദാട്ടോ. പയർ തോരൻ. ഇന്ന് ഞാൻ വീട്ടിലും പയറായിരുന്നു, പുട്ടും ചെറുപയറും. പ്രധാനപ്പെട്ട ഐറ്റം ഉണ്ട് ഇവിടെ കഴിക്കാൻ. ഞാൻ മീൻകറി കൂട്ടി ഇച്ചിരി കഴിച്ച് കഴിഞ്ഞിട്ട് തീയലെടുക്കണോളൂ. ഞാൻ ഇച്ചിരി കഴിച്ചു നോക്കി, ഭയങ്കര ടേസ്റ്റാണ്. ഇവിടെ തിരുവനന്തപുരത്തെ ഒരു കടയുണ്ട്, നല്ല മട്ടന് പേര് കേട്ടോ ഒരു കട. പക്ഷെ എനിക്ക് മട്ടൻ അത്ര ഇഷ്ടമല്ല, ഞാൻ അങ്ങനെ കഴിക്കാൻ അങ്ങനെ ഭയങ്കര കൊതിയൊന്നുമില്ല, മട്ടൻ കഴിച്ചേക്കാം. പക്ഷെ ഞാൻ ആ കടയിൽ ചോറുണ്ണാൻ പോകും ഇടയ്ക്ക്. അതെന്തിനാ പോണേന്ന് വെച്ചാൽ അവിടുത്തെ തീയൽ കഴിക്കാൻ വേണ്ടി. അത്രയും ടേസ്റ്റിൽ തീയൽ ഞാൻ വേറെ എവിടെ ഒന്നും കഴിച്ചിട്ടില്ല. പക്ഷെ ലാസ്റ്റ് ടൈം പോയപ്പോൾ കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ ഇപ്പം ഞാൻ പോയില്ല. കാരണം ഞാൻ ഇപ്പം ചെന്നാലും എനിക്ക് അവിടുത്തെ വെജ് ഊണ് മതി, അതിൻ്റെ കൂടെ കിട്ടണ തീയലിന് വേണ്ടിയാണ് ഞാൻ ആ ഊണ് കഴിക്കണം. അവിടുത്തെ ചേട്ടന്മാർക്കാണെങ്കിൽ ഞാനത് പിന്നെയും കഴിക്കണം എന്ന് അവർക്ക് തന്നെ അറിയാം. അപ്പോൾ അതുകൊണ്ട് അവർ ആ തീയൽ എനിക്ക് പിന്നെ തരുകയും ചെയ്യും. പക്ഷെ ഇപ്പം ലാസ്റ്റ് പോയപ്പോൾ കിട്ടിയില്ല. എൻ്റെ ഏറ്റവും ഫേവറേറ്റ്, കാരണം എനിക്ക് വെജ് കറികളിൽ തന്നെ കുറേ ഇഷ്ടങ്ങളുണ്ട് കേട്ടോ. എനിക്ക് നോൺ വെജ് ഒന്നും വേണമെന്നേ ഇല്ല, അതായത് 2-3 കറികൾ വേണമെന്നേ ഇല്ല. ചില ഐറ്റം ഉണ്ടെങ്കിൽ എനിക്ക് ആ ഒരൊറ്റ കറി മതി. അതിലൊരൈറ്റാണ് ഈ തീയൽ. അത് ഇതുപോലത്തെ തീയലേ, ഉള്ളി തീയലായാലും ഇഷ്ടം തന്നെയാണ്. ഞങ്ങൾ വീട്ടിൽ വെക്കാം, ചെറിയ ഉള്ളി തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ട് ചെറിയ ഉള്ളി തീയൽ വെക്കും, അല്ലെങ്കിൽ പാവയ്ക്ക തീയൽ വെക്കും. ചിലപ്പോഴും ഞാൻ വെണ്ടയ്ക്ക അതുപോലെ വറുത്തരച്ച് വെക്കും. ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ തീയൽ. പിന്നെ കടച്ചക്ക ഭയങ്കര രസമാണ് കേട്ടോ. നമ്മൾ ബീഫ് കറി വെച്ച മാതിരി ഇരിക്കും, ഇച്ചിരി മസാലയും കൂടെ ഇട്ടാൽ. ഇതൊക്കെയാണ് നമ്മുടെ തീയൽ എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ വരുമ്പോൾ തിരുവനന്തപുരത്ത് വന്നിച്ച് ഞാൻ കണ്ടത് ഇതുപോലെ നമ്മളെ സാമ്പാർ പോലെ ഇരിക്കണം, അത്രയും കഷ്ണങ്ങൾ ചേർക്കും, എന്നിട്ട് അതിലേക്ക് തേങ്ങ വറുത്തരയ്ക്കും. പക്ഷെ കായം ചേർക്കില്ല, അതാണ് വ്യത്യാസം. വാളംപുളിയൊക്കെ ചേർത്തിട്ടാണ് അങ്ങനെ വെക്കാം. ഈ ഒരു കറി ഉണ്ടെങ്കിൽ എനിക്ക് പിന്നെ ഒന്നും വേണ്ട. അതുപോലെ തന്നെയാണ് മോര് കറി ഉണ്ടെങ്കിലും വേറൊന്നും വേണ്ട. സത്യം എന്തൊരു സ്വാദാ, ഒന്നും പറയാനില്ല. ഇത് മാത്രം മതി. ഇവിടെ സൗകര്യം ഇല്ലാത്തോണ്ടേ മീൻ ഉൾപ്പെടെ അവിടെ നിന്ന് വറുത്തിട്ട് വേണം വരാൻ. ഇവിടെ സ്റ്റൗ വെക്കാനൊന്നുമില്ല സ്ഥലം, അതുകൊണ്ട് എല്ലാം വറുത്ത് കൊണ്ടുവരിക ചെയ്യാം. നമ്മളെ പെരിഞ്ജീരകവും അങ്ങനത്തെ മസാലയുടെ ചെറിയൊരു സ്വാദ് കൂടെ ഉണ്ട്, വേറൊരു മസാല. ഇന്നത്തെ വിശേഷങ്ങളൊക്കെ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ വന്ന് ഊണ് കഴിച്ചു നോക്കിക്കോ. നിങ്ങൾ ആക്കുളത്ത് വന്നിട്ട് ഒരുപാട് ആളുകൾ കേട്ടോ, അതെനിക്ക് ഭയങ്കര സന്തോഷമാണ്. ആക്കുളത്ത് വന്ന് ഊണ് കഴിച്ചിട്ടുള്ള ഒരുപാട് ആളുകൾ എനിക്ക് പേഴ്സണലി മെയിലായിട്ടൊക്കെ പറഞ്ഞായിരുന്നു ഇങ്ങനൊരു കടയുള്ളത് അറിയണ്ടായിരുന്നില്ല. എന്നിട്ട് ചിലവരൊക്കെ വഴി കാണാതെ അന്വേഷിച്ചൊക്കെ പോയി തെരഞ്ഞു പിടിച്ചൊക്കെ വീണ്ടും ആ ഏരിയയിൽ വേറെ ഊണ് കിട്ടുന്ന സ്ഥലമില്ല, അങ്ങനെയൊക്കെ വന്ന് കഴിച്ചിട്ടൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു. നല്ല അഭിപ്രായമായിരുന്നു എല്ലാവർക്കും. അപ്പോൾ ഇതുവഴി പോകുന്നുണ്ടെങ്കിൽ കഴിച്ചു നോക്കുക. പുതിയ സ്ഥലത്തേക്കുള്ള ഒരു മാറ്റമാണ്. അപ്പോൾ ഇനി ആളുകൾ അറിഞ്ഞും കേട്ടുമൊക്കെ വരണമല്ലോ, പിന്നെ അതൊന്ന് കുറച്ചുണ്ടാക്കി കൊണ്ടിട്ട് എന്നാലും നിങ്ങൾ പറ്റുന്ന ആളുകളൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ പുതിയ കടയുടെ ലൊക്കേഷൻ വരുന്നത് ശ്രീകാര്യം അലത്തറ. അപ്പോൾ ശ്രീകാര്യം പറഞ്ഞാലായിരിക്കും കുറച്ചുകൂടി അറിയാം, അലത്തറ ശാസ്താകോണം എന്ന് പറയും. ഇനിയൊരു ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് പറഞ്ഞു തരാനുള്ളത് ഇവിടെയാണ് APJ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി വരുന്നത്. അപ്പോൾ യൂണിവേഴ്സിറ്റിയോട് ഒരു 50 മീറ്റർ പോലും തികച്ചില്ല, അത്ര അടുത്താണ്. ശരിക്കും ഗൂഗിൾ മാപ്പിൽ നോക്കണവർക്ക് അതായിരിക്കും കുറച്ചുകൂടി എളുപ്പം. ചവരു ടാറ്റാ ടാറ്റാ ഒരു ഉമ്മ തരുവാ. നീ അച്ഛന് കുറേ കൊടുത്തല്ല.